ഉദ്ദേശം? ഏത്? എന്നെ പോലെ തന്നെ ഇവരും ആവട്ടെ എന്ന് ഉദ്ദേശിച്ചിട്ടാണോ? എന്തെന്ന്? ഇങ്ങനെ ഈ കാന്തയോട് ഒട്ടി നിൽക്കുന്ന ദേഹം കാണിച്ചിട്ട് പണ്ടാറോ പറഞ്ഞിട്ടുണ്ട്. വിഷയത്തിൽ നിന്ന് വിഷയത്തിൽ നിന്നല്ല, വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല. ഞാൻ പറഞ്ഞ എന്താണ്? അതായത് കാന്ത സമ്മിശ്ര ദേഹനാണ്. ഇവിടെ അദ്ദേഹം എന്താ ചെയ്യുന്നത്? വിഷയത്തിൽ താല്പര്യം ഈശ്വര സങ്കല്പത്തിലുള്ളതാണ് ഈ ശിവശക്തി രൂപം. പക്ഷേ ഈ ശിവനെ, ഇങ്ങനെയുള്ള ശിവനെ മഹർഷിമാരെ ആരാധിക്കുകയും ചെയ്യുന്നു. അതാണ് പ്രത്യേകത. അത് ശരി. പിന്നെ പക്ഷേ പിന്നെന്തെന്ന് ചോദിക്കല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞതിന്റെ ഉത്തരം എന്താണ്? ഒന്ന് പറയൂ. കാന്ത സമ്മിശ്ര ദേഹനാണെങ്കിൽ പോലും കാന്തയോട് ഒട്ടിപ്പിടിച്ച അല്ലെങ്കിൽ മിശ്രീഭവിച്ച് ശരി, എന്നിട്ട് ഈ മഹർഷിമാരുടെ ദേവനെയാണ് ഈ മഹർഷിമാരെ ആരാധിക്കുന്നതല്ലേ? അതെ. അപ്പൊ എന്തിനു വേണ്ടിയിട്ട്? അപ്പൊ അവിഷയ മനസ്സുകളാണ് അവരെ വിഷയ മനസ്സുകളാക്കാൻ വേണ്ടിയാണോ എന്നാണ് എന്റെ ചോദ്യം. വിഷയ മനസ്സുകളാക്കാനല്ലോ, വിഷയ മനസ്സുകളാക്കാനാണ് ചെയ്യുന്നത്. ഇവൻ ഇങ്ങനെയാണെങ്കിലും അല്ല, ഇവിടെ ഇപ്പോ അത് ഞാനോ ഇങ്ങനെയായി, നിങ്ങൾ ഇങ്ങനെ ആവല്ലേ എന്ന് പറയാൻ വേണ്ടി അല്ലേ എന്നാണ്. അല്ലല്ല, അങ്ങനെയല്ല എന്നുള്ളത് വളരെ വ്യക്തമായി. ഇത് മഹാകവി കാളിദാസന്റെ മാളവികാഗ്നിമിത്രം എന്ന നാടകത്തിലെ മംഗളപദ്യമാണത്. അപ്പോ കാളിദാസൻ ശിവഭക്തനാണ് എന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ ഇഷ്ടദേവത ശിവനാണ്. ഈ പദ്യത്തിലൂടെ പരമേശ്വരന്റെ മഹത്വം ഉദ്ബോധിപ്പിക്കുകയാണ് കവിയുടെ ഉദ്ദേശ്യം. ഇതിൽ വിരോധാഭാസം എന്നൊരു അലങ്കാരത്തെ ഘടിപ്പിച്ചുകൊണ്ടാണ് കവി ഈ കവിത നിർവഹിച്ചിരിക്കുന്നത്. ആ വിരോധാഭാസത്തിന്റെ സൗന്ദര്യത്തിലൂടെ ശിവന്റെ മഹത്വം ആസ്വാദകന്റെ മനസ്സിലേക്ക് കടന്നു വരണം. ഇതാണ്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? കാന്താ സമ്മിശ്രദേഹ അപി അവിഷയ മനസാം യതീനാം പുരസ്താദ് ഭവതി ശിവ. കാന്താ സമ്മിശ്രദേഹനാണ് ഇദ്ദേഹം. കാന്തയോട് സമ്മിശ്രമായ ദേഹത്തോട് കൂടിയവനാണ്, ഭാര്യയോട് ഒട്ടി നിൽക്കുന്ന രൂപത്തോട് കൂടിയവനാണ്. ഇത് ഈ അർദ്ധനാരീശ്വര രൂപമാണ് ശിവന്. അങ്ങനെ ഇത്രയും ഭാര്യയെ സ്നേഹിക്കുന്ന മറ്റൊരു കഥാപാത്രം നമ്മുടെ പുരാണങ്ങളിൽ ഇല്ല. സ്നേഹം കൊണ്ട്, ഹൃദയം കൊണ്ട്, മനസ്സുകൊണ്ട് ഭാര്യയെ സ്വന്തമാക്കിയവൻ. ബാക്കി അതാണ്. അത് കുമാരസംഭവത്തിൽ തന്നെ ഒരിടത്ത് അത് പറയുന്നു. അപ്പോ ഈ മഹാവിഷ്ണുവിന് ലക്ഷ്മി ദേവി ഉണ്ടെങ്കിലും രണ്ടും രണ്ടാണ്. ബ്രഹ്മദേവന് സരസ്വതി ദേവി ഉണ്ടെങ്കിലും രണ്ടും രണ്ടാണ്. പക്ഷേ പാർവതി പരമേശ്വരന്മാർ ഒന്നാണ്, ഒറ്റ രൂപമാണ്. അപ്പൊ ഇതുകൊണ്ട് ശരീരം കൊണ്ട് പോലും മനസ്സുകൊണ്ട് ഭാര്യാഭർത്തക്കന്മാർ ഒന്നാവാറുണ്ട്. നീ എൻ്റെ കരളാണ് എന്നൊക്കെ പറയാറുണ്ട്. മനസ്സുകൊണ്ടൊന്നാവാറുണ്ട്. പക്ഷേ ശരീരം കൊണ്ട് പാർവതി പരമേശ്വരന്മാർ ഒന്നാണ്. അത്രയേറെ ഭാര്യയോട് ഒട്ടി നിൽക്കുന്നവനാണ് ഈ പരമേശ്വരൻ. എങ്കിലും അവിഷയ മനസ്സുകളായ യതികൾക്ക് ഇയാൾ പുരസ്താദ്, മുമ്പിൽ അഗ്രഗണ്യനാണ്. അവിഷയ മനസ്സുകളായ യതികൾ, നല്ലൊരു ചോദ്യമാണ്, എന്തിനു വേണ്ടി അങ്ങനെ പറഞ്ഞത്? യതി എന്ന വാക്കിനർത്ഥം തന്നെ യമ നിയമ പ്രാണായാമങ്ങൾ ചെയ്ത് പഞ്ചേന്ദ്രിയങ്ങളെയും അടക്കി പിടിച്ച് യമം സാധിച്ചവനാണ് യതി. യമം സാധിച്ചവനെയാണ് യതി എന്ന് വിളിക്കുക. അപ്പോൾ ഈ പഞ്ചേന്ദ്രിയ, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി എന്ന് പറയുന്ന നമ്മുടെ വിഷയ ഇന്ദ്രിയങ്ങളുണ്ടല്ലോ, ഈ വിഷയേന്ദ്രിയങ്ങളാണ് നമ്മളെ എല്ലാത്തിനെയും പ്രേരിപ്പിക്കുന്നത്. കണ്ണ് കാണാൻ, കണ്ടതെല്ലാം വേണമെന്നും, മൂക്ക്, ഈ ത്വക്കും, ഇതൊക്കെ. അങ്ങനെ കാമാസക്തി നമുക്ക് ഉണ്ടാക്കുന്നതും പഞ്ചേന്ദ്രിയങ്ങളാണ്. ഈ കാണാതെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല, കാക്ക എന്ന് പറഞ്ഞാൽ തന്നെ കറുത്തതെന്ന് കിട്ടും. ഇതുപോലെ യതി എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ നിഗ്രഹം സാധിച്ചവനാണ്. ഇന്ദ്രിയ നിഗ്രഹം സാധിച്ചവനാണ് യതി എങ്കിൽ അവിഷയ മനസ്സെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ പറയുന്നു അവിഷയ മനസ്സുകളായ ഉപരഞ്ജക വിശേഷണം, വിരോധാഭാസത്തെ ഉപരഞ്ജിപ്പിക്കുവാൻ വേണ്ടിയാണ് ആ വിശേഷണം അവിടെ ചേർത്തത്. അതായത് വിഷയത്തോട് ഒരു തരത്തിലും താല്പര്യം കാണിക്കാത്ത യതിമാർക്ക് മുമ്പനാണ്. നമ്മുടെ പുരാണങ്ങളിലെ ഏറ്റവും വലിയ ബ്രഹ്മചാരി ആരാ? പരമേശ്വരനാണ്. അതാണ് പരമേശ്വരൻ്റെ ഒരു പ്രത്യേകത. ഏറ്റവും വലിയ ബ്രഹ്മചാരി അദ്ദേഹമാണ്. അതേപോലെ ഭാര്യയോട് ഒട്ടി നിൽക്കുന്നവനും അദ്ദേഹമാണ്. ഈ ശിവന്റെ കഥയിൽ മുഴുവനും ഈ വിരോധാഭാസമുണ്ട്. അങ്ങനെയാണ്. സുന്ദരിയായ ഭാര്യയെ കിട്ടിയിട്ടും വിരൂപമായ ശരീരവും വിരൂപമായ ജീവിതവും കൊണ്ട് നടക്കുന്ന ഒരാൾ ശിവനല്ലാതെ വേറെ ആരും കൊണ്ടോ? സുന്ദരിയായ ഭാര്യയാണ്. കുമാരസംഭവത്തിൽ 5-ാം സർഗം നിങ്ങൾ പാർവതി പറയുന്നുണ്ട്. പറയുന്നുണ്ട്. അപ്പോ ഇത് അവസാനം പറയുന്നുണ്ടല്ലോ, ഈ ഏറിന്റെ തർജ്ജമയുണ്ട്. ഇന്നേ മുതൽക്ക് ഈ നിനക്ക് തപോവയത്താൽ സിദ്ധിച്ചദാസനിവനെന്നഥ ചന്ദ്രചൂടൻ കൽപ്പിക്കവേ സുമുഖിമാലഖിലം മറന്നാൾ
ക്ലേശം ഫലിക്കലിതു താൻ പുതുതായ സൗഖ്യം. ഏറെ തർജ്ജമ. അപ്പോൾ അവിടെ പറയുന്നുണ്ട് തൻ്റെ ഭാര്യ പാർവതിയോട് പറഞ്ഞു പാർവതി പറയുന്നു, സഖി ഇനി മുതൽ ഇവനോട് അല്ലേ ഇവനെ വിലക്കണേ, കഥിക്കാനിനിമിതാപത ചുണ്ടനക്കിടുന്നു, ഇവനുടെ അശുഭ പ്രവൃത്തിയോർത്തിട്ടിനിമിതാ നിന്നോടെനിക്ക് പക്ഷമില്ല. ഏറെ തർജ്ജമ. അപ്പോൾ ഇതാണ് ശിവൻ. വിരൂപമാണ് മൊത്തം. 3 കണ്ണ്, കയ്യിലാണെങ്കിൽ പിന്നെ പാമ്പ്, കഴുത്തിൽ പാമ്പ്, തലയിൽ ചന്ദ്രക്കല, മറ്റൊരിടത്ത് ജഡ, ഗംഗ, ആകെ വിരൂപമാണ്. പക്ഷേ ഇദ്ദേഹത്തെ പോലെ സുന്ദരൻ വേറെയില്ല. അതാണ് പാർവതി പറഞ്ഞത്. ഇത്രയും സുന്ദരനെ ഞാൻ വേറെ കണ്ടിട്ടില്ല എന്നാണ്. ഈ ഒരു വിരോധം ജീവിതത്തിൽ ഉടനീളം നമുക്ക് പ്രകാശിപ്പിച്ചു തരുന്നൊരു ദേവനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് ആ ഉപരഞ്ജകത്തിൽ ഇവിടെ സന്യാസി എന്ന് പറയുന്നത് കേവലം സന്യാസിമാരെ അതാണ് ഉപരഞ്ജക വിശേഷണം. എന്താ ഉപരഞ്ജക വിശേഷണം? ഇദ്ദേഹം ഇങ്ങനെയാണെങ്കിലും ഇങ്ങനെയൊക്കെയാണ്. അതാണ് വിരോധം തോന്നുമാരുക്തി വിരോധാഭാസമായിടും. വിരോധം കേൾക്കുന്ന മാത്രമേ വിരോധം തോന്നുക, എന്നാൽ വിരോധമില്ല. അതാണ് വിരോധാഭാസ അലങ്കാരം. ഞാൻ ചോദിക്കുന്നില്ല, അവിഷയ മനസ്സുകളായ യതികളുണ്ടോ? അവിഷയ മനസ്സുകളായ യതികളുണ്ടോ? അവിഷയ മനസ്സുകളായ യതികളെ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. അവിഷയ മനസ്സല്ലാത്ത യതിമാരുണ്ട്. ഇപ്പൊ യതിമാരിൽ വിഷയ മനസ്സുകളുണ്ടല്ലോ. അതാ ഞാൻ വിശേഷണം 3 തരത്തിലുണ്ട്. വ്യാവർത്തക വിശേഷണം, ഉപരഞ്ജക വിശേഷണം, പിന്നെ സാഭിപ്രായ വിശേഷണം. 3 തരം വിശേഷണം. വ്യാവർത്തക വിശേഷണമാണ് മറ്റൊന്നിൽ നിന്ന് വ്യാവർത്തിപ്പിക്കുന്നത്. ഇത് ഉപരഞ്ജകമാണ്. അതാ ഞാൻ പറഞ്ഞ കാക്ക കറുത്തതാണെന്ന് പറയേണ്ടതില്ല. വെളുത്ത കാക്കയിൽ നിന്ന് വ്യാവർത്തിപ്പിക്കാനേ കാക്ക കറുത്താണെന്ന് പറയേണ്ടതില്ലൂ. വെളുത്ത കുട്ടിയും കറുത്ത കുട്ടിയും ഉണ്ടെങ്കിൽ വെളുത്ത എന്നുള്ള വിശേഷണം അന്വർത്ഥമാണ്. എങ്ങനെ? കറുത്ത കുട്ടിയിൽ നിന്ന് വെളുത്ത കുട്ടിയെ വ്യാവർത്തിപ്പിക്കുന്നു. അല്ല, ഇത് വ്യാവർത്തക വിശേഷണമല്ല. വ്യാവർത്തക വിശേഷണമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉപരഞ്ജക വിശേഷണമാണ്. ഉപരഞ്ജകം എന്ന് പറഞ്ഞാൽ എന്താ? അതിനെ ഉപരഞ്ജിപ്പിക്കുക, പ്രകാശിപ്പിക്കുക, കുറേയും കൂടി പ്രകാശിപ്പിക്കാൻ വേണ്ടിയാണ്. യതിമാര് എന്ന് മാത്രമല്ല, യതിമാര് വിഷയ മനസ്സ് ഇല്ലാത്തവരാണ്. അവിഷയ മനസ്സുകളായ യതിമാര് എന്ന് പറയുമ്പോൾ ഒന്നും കൂടി. അപ്പൊ നടുമധ്യ സെന്റർ എന്നാലും പറയുമ്പോൾ നടുമധ്യ സെന്റർ എന്ന് പറയേണ്ട ആവശ്യമില്ല. സെന്റർ എന്ന് പറഞ്ഞാൽ തന്നെ നടുവാണ്. അത് തന്നെയാണ് മദ്യം, അത് തന്നെയാണ് നടുമധ്യ സെന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒന്നും കൂടി ഉപരഞ്ജനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ വിശേഷണങ്ങൾ ചേർക്കുന്നത്. ലോകവും ഭരിക്കുന്നവനാണെങ്കിൽ പോലും അദ്ദേഹത്തിന് എന്തില്ല? നാഭിമാനം. ലോകത്ത് ഈ ലോകം മുഴുവനും ഞാനാണ് ഭരിക്കുന്നത് എന്നുള്ള സാധനങ്ങളുണ്ടല്ലോ. ഏതാ 8 തനുക്കൾ? ശരീരങ്ങൾ, ഐശ്വര്യങ്ങളാണോ? അതാണോ 8 തനുക്കള്? എന്താണ് താങ്കൾ പറഞ്ഞോളൂ, എന്താണത്? 8 തനുക്കളുണ്ട് ശിവന്. അതായത് പൃഥിവി സലിലം തേജോ ഖം തതോ വായുരേവച സൂര്യാചന്ദ്രമസൗ സോമയാജീജേത്യഷ്ടമൂർത്തയ എന്നാണ്. അതായത് പഞ്ചഭൂതങ്ങളും ചന്ദ്രമസൗ സോമയാജീജേത്യഷ്ടമൂർത്തയ, ഇങ്ങനെയാണ് 8 മൂർത്തികൾ. അത് പഞ്ചഭൂതങ്ങളും നല്ല വഴി കാണിച്ചു തരാൻ വേണ്ടി ശിവനോട് ചോദിക്കല്ലേ സാർ ചെയ്യുന്നത്? ശിവനോട് ചോദിക്കുന്നു. ഇനി അദ്ദേഹം തമസിന്റെ ആളാണെങ്കിൽ പോലും എടുക്കാനും കൊടുക്കാനും അധികാരം. പിന്നെ അതല്ല ഈശ്വരൻ. അതെ, ഈശ്വരൻ എന്താണ്? ഈശ്വരൻ എന്ന് പറഞ്ഞാൽ കൊടുക്കാനും എടുക്കാനും അധികാരമുണ്ട്. തമസ് കൊടുക്കാനും അധികാരമുണ്ട്, അല്ലെങ്കിൽ എടുക്കാനും കഴിയും. നമ്മൾ ചോദിക്കുന്നത് എന്റെ മനസ്സിനെ അല്ലെങ്കിൽ ഇരുട്ടിനെ എന്തിനാ? നല്ല വഴി കാണിക്കാൻ. എനിക്ക് ചോദ്യമില്ല. നല്ല വഴി കാണിക്കാൻ. തമോവൃത്തിയെ ഇല്ലാണ്ടാക്കുക എന്ന് പറയുമ്പോഴാണ് അവിടെ ചോദ്യം. തമോവൃത്തി അല്ല, ഇവിടെ ഇപ്പോ ഇഷ്ടദേവനോട് നമുക്ക് എന്തും പ്രാർത്ഥിക്കാം. ഭക്തന്റെ അഭീഷ്ടങ്ങളൊക്കെ സാധിക്കുവാൻ കഴിയുന്ന ദേവനാണ് ഇഷ്ടദേവൻ. അതുകൊണ്ട് ഇദ്ദേഹം ഇവിടെ കാളിദാസൻ പ്രാർത്ഥിച്ചത്, അല്ലയോ ഈശ്വര, അദ്ദേഹം ശൈവനാണ്, ശൈവബ്രാഹ്മണനാണ് കാളിദാസൻ എന്നാണ് പറഞ്ഞു വരുന്നത്. ശിവനാണ് അദ്ദേഹത്തിന്റെ, കാശ്മീരി ബ്രാഹ്മണനാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടദേവൻ ശിവനാണ്. ആ ശിവന് എല്ലാം ചെയ്തു തരുവാൻ കഴിയും എന്നാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ ഒരു വെളിച്ചത്തിൽ അദ്ദേഹം പറയുന്നു, അല്ലയോ പരമേശ്വര, എനിക്ക് എൻ്റെ കണ്ണിലെ ഇരുട്ട് നീക്കിയിട്ട് നല്ല വഴി കാണിച്ചു തരണേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. നമുക്കിവിടെ നിർത്തിക്കൂടെ? അതിനൊരു മംഗളപദ്യം ഒന്ന് ചൊല്ലിയിട്ട്, ഒരു പ്രാർത്ഥന ചൊല്ലിയിട്ട് നമുക്ക് നിർത്താം. ജനരക്ഷാം കരോഷി ജനനീ ദക്ഷാരിപുത്രിതവ നൽതാമരാക്ഷിയുഗവിക്ഷേപണേന സതതം
അക്ഷീണമായി വിലസുമുക്ഷാവു തൻ മുകളിൽ അക്ഷോഭ്യനായി മരുവും അക്ഷേളകണ്ഠവരപുത്രീ നിനക്കിലതിലാക്ഷേപമില്ലൊരുവനും. സത്തേ തത്വാർത്തും സുഖത്തെ മുത്തേ വേദാന്തമൂർത്തേ ചിരമരുളുക നീ മേൽക്കുമേൽ കൗതുകത്തെ. മുത്തേ മാരാരിമാറത്തണിയുമണിയുതം ശോഭ കൂടും വിധത്തെ പ്രത്യേകം കാണുമാറിങ്ങൊരു വഴി വരുവാ നേകണം മംഗളത്തെ. ഇവിടെ ഈ പുതിയ ഭഗവതി ക്ഷേത്ര പരിസരത്ത് പൂരക്കളി മേഖലാ കമ്മിറ്റിയുടെ ഇങ്ങനെയുള്ള ഒരു പരിപാടി ഞങ്ങൾക്ക് തന്നതിൽ നിങ്ങളോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തിയും കൊണ്ട് ഞങ്ങൾ തൽക്കാലം ഇവിടെ ഒന്നുകൂടി ഈ ഏതായാലും പൂരക്കളി അക്കാദമിയുടെ പുതിയ മേഖലകൾ രൂപീകരിക്കുന്നതിന് വേണ്ടി തെക്കൻ ഭാഗത്ത് അതിൻ്റെ പ്രവർത്തകന്മാർ ധാരാളം അധ്യക്ഷൻ നേതൃത്വം സൂചിപ്പിച്ചതുപോലെ ധാരാളം പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് കുറേ ക്ഷേത്രങ്ങളെ ഏകോപിപ്പിക്കുകയും അങ്ങനെ അതിൻ്റെ ആ ഏകോപിപ്പിച്ച സന്തോഷത്തിൻ്റെ ഒരു ബഹിസ്ഫുരണം എന്ന നിലയിൽ അവിടെ ആദ്യത്തെ കൂടിച്ചേരലിൻ്റെ ഒരു ഉത്സവമാക്കി മാറ്റാൻ ഈ മേഖലാ സമ്മേളനത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഈ മേഖലാ സമ്മേളനത്തിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇതുപോലുള്ള വാർത്തകളെ അവതരിപ്പിക്കാൻ വേണ്ടി ഈ അവസരം തന്നതിന് ഈ സംഘാടകരോടും എല്ലാവരോടും ഞങ്ങളുടെ കൃതജ്ഞതരമായ കൃതജ്ഞത പ്രകാശിപ്പിക്കുകയാണ്.